ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിലെ ആദായ നികുതി നിയമത്തിലെ മാറ്റങ്ങൾ 2026 എന്താണ് യഥാർത്ഥത്തിൽ മാറുന്നത്, എന്താണ് മാറാതെ നിൽക്കുന്നത്, എങ്ങനെ ഇത് സാധാരണ നികുതിദായകരെ ബാധിക്കും? വീഡിയോയിൽ വ്യക്തമായി വിശദീകരിക്കുന്നു. 2026 മുതൽ ആരംഭിക്കുന്ന ഏറ്റവും വലിയ ആദായ നികുതി മാറ്റങ്ങൾ എന്താണ് അതേപടി നിൽക്കുന്നത്, ഇന്ത്യയിലെ നികുതിദായകർ എന്തിനു വേണ്ടിയാണ് തയ്യാറാകേണ്ടത്, നമുക്ക് ലളിതമായി വിശദീകരിക്കാം. 1. 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിലാവുന്നു. 1961 മുതൽ നിലവിലുണ്ടായിരുന്ന പഴയ നിയമത്തിന് പകരമായി 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിലാവുന്നു. ഈ പുതിയ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1. ലളിതമായ ഭാഷ, സങ്കീർണമായ വ്യവസ്ഥകൾ കുറവാണ്, നികുതിദായകർക്ക് എളുപ്പത്തിൽ പാലിക്കാൻ സാധിക്കും, കുറഞ്ഞ നിയമപരമായ തർക്കങ്ങൾ. ലളിതമായി പറഞ്ഞാൽ നികുതി നിയമം ചെറുതും വ്യക്തവും മനസ്സിലാക്കാൻ എളുപ്പവുമാകണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. അടുത്തത് ആദായ നികുതി സ്ലാബുകൾ. അത് വലിയ മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിൽ നിലവിലുള്ള നികുതി സ്ലാബുകൾ വലിയ തോതിൽ മാറ്റമില്ലാതെ തുടരുന്നു. 4 ലക്ഷം വരെ 0% നികുതി, 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10% നികുതി, 12 മുതൽ 16 ലക്ഷം വരെ 15% നികുതി, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30%. റിബേറ്റുകളും കിഴിവുകളും കാരണം 12 ലക്ഷം രൂപയോളം വരുമാനമുള്ള പലരും പുതിയ വ്യവസ്ഥയിൽ നികുതി അടയ്ക്കേണ്ടതില്ല. അടുത്ത പോയിന്റ്, ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം ശമ്പളം ലഭിക്കുന്ന നികുതിദായകർക്ക് 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ നിന്നും തുടർന്നും പ്രയോജനം ലഭിക്കും. നിക്ഷേപങ്ങൾ ആവശ്യമില്ലാതെ തന്നെ ഈ കിഴിവ് നികുതിദായകർക്ക് ലഭ്യമാണ്. ഉദാഹരണം, നിങ്ങളുടെ ശമ്പളം 12.75 ലക്ഷമാണെങ്കിൽ 75,000 രൂപ കിഴിവ് നൽകേണ്ട വരുമാനം കുറയ്ക്കുന്നു. ഇടത്തരം ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്ക് ഇത് കുറച്ച് കൂടുതൽ ആശ്വാസം നൽകുന്നു. മറ്റൊരു പ്രധാന മാറ്റം സാമ്പത്തിക റിപ്പോർട്ടിംഗ് ആവശ്യകതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. നികുതി സുതാര്യതയും പ്രാബല്യത്തിലാക്കി മെച്ചപ്പെടുത്തുന്നതിനും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇപ്പോൾ അക്കൗണ്ട് ഉടമകളെ കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ ശേഖരിച്ചേക്കാം. ഇത് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ്. എന്തൊക്കെയാണ് ഈ വിവരങ്ങൾ? അക്കൗണ്ട് ഉടമകളുടെ വ്യക്തമായ തിരിച്ചറിയൽ, സാമ്പത്തിക അക്കൗണ്ടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, സാമ്പത്തിക ഇടപാടുകളുടെ മികച്ച റിപ്പോർട്ടിംഗ്. നികുതി വെട്ടിപ്പ് കുറയ്ക്കുന്നതിനും സാമ്പത്തിക ആസ്തികളുടെ നിരീക്ഷണം മെച്ചപ്പെടുത്തുന്നതിനും ഈ നടപടികൾ ലക്ഷ്യമിടുന്നു. അടുത്ത മാറ്റം ഇൻവെസ്റ്റ്മെന്റ്സിനെയും ക്യാപിറ്റൽ ഗെയിൻസിനെയും ബാധിക്കുന്ന ചേഞ്ചസ് ആണ്. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനുള്ള നിയമങ്ങൾ കൂടുതൽ സിംപ്ലിഫൈഡ് ആക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ബൈബാക്ക് ഇൻകം ഡിഫറൻ്റ് ആയിട്ട് ടാക്സബിൾ ആയിരിക്കും. അതുപോലെ നിക്ഷേപ നികുതി നിയമങ്ങൾ ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു. നിക്ഷേപ നികുതി സമ്പ്രദായം കൂടുതൽ സ്ഥിരതയുള്ളതും സുതാര്യമാക്കുന്നതിനുമാണ് ഈ മാറ്റങ്ങൾ. അടുത്ത മാറ്റം സ്രോതസ്സിൽ തന്നെ നികുതി പിരിക്കുന്ന ചില മേഖലകളിൽ ആശ്വാസം പകരുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, വിദേശ വിദ്യാഭ്യാസത്തിനും വൈദ്യശാസ്ത്രത്തിനുമുള്ള TCS കുറച്ചേക്കാം. ഇത് കുടുംബങ്ങൾക്ക് വിദേശ പേയ്മെന്റുകൾ എളുപ്പമാക്കുന്നു. അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിനോ ആരോഗ്യ സംരക്ഷണത്തിനോ പണം നൽകുന്ന വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും ഇത് ഗുണം ചെയ്യും. അടുത്ത പ്രധാന മാറ്റം അസസ്മെന്റ് ഇയർ, ഫൈനാൻഷ്യൽ ഇയർ എന്നീ വാക്കുകൾക്ക് പകരം ടാക്സ് ഇയർ എന്ന പുതിയ പദം ഉപയോഗിക്കുന്നു. ഇത് ഏകീകൃതവും എളുപ്പത്തിൽ മനസ്സിലാക്കലും ഉറപ്പുവരുത്തുന്നു. അടുത്ത മറ്റൊരു മാറ്റം ITR ഫയലിംഗ് അവസാന തീയതിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. 2026 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഓഡിറ്റ് ചെയ്യാത്ത നികുതിദായകർക്ക് ITR 3ഉം ITR 4ഉം ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ബന്ധപ്പെട്ട നികുതി വർഷത്തിന്റെ അവസാനം മുതൽ ഓഗസ്റ്റ് 31 വരെ നീട്ടിയിരിക്കുന്നു. ഇത് 2025-26 സാമ്പത്തിക വർഷത്തിന് ബാധകമാണ്. പക്ഷേ ITR 1ഉം ITR 2ഉം നൽകാനുള്ള അവസാന തീയതി അതേപടി തുടരുന്നു. അതായത് ജൂലൈ 31 എന്ന് മാറ്റമില്ലാതെ തുടരുന്നു.
നികുതി ഓഡിറ്റിനുള്ള അവസാന തീയതി ഒക്ടോബർ 31 എന്നതും മാറ്റമില്ലാതെ തുടരുന്നു. പുതുക്കിയ റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള പുതിയ അവസാന തീയതി മാർച്ച് 31 ഡിസംബർ 31 ശേഷം പുതുക്കിയ റിട്ടേൺ സമർപ്പിക്കുന്നതിന് നികുതിദായകർ അധിക ഫീസ് നൽകേണ്ടതാണ്. വൈകിയ റിട്ടേണുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അതേപടി തുടരുന്നു. മറ്റൊരു മാറ്റം സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് നിരക്കുകളിലെ വർധനവായിരുന്നു. നിലവിലുള്ള നിരക്കുകളിൽ നിന്ന് STT നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനാൽ F&O വ്യാപാരികൾക്ക് ഇടപാട് ചെലവ് വർദ്ധിച്ചു. 2026 ഏപ്രിൽ മുതൽ ഇനി പറയുന്ന STT നിരക്കുകൾ ബാധകമായിരിക്കും. ഓപ്ഷന്റെ വില 0.1% നിന്ന് 0.15% മാറുന്നു. ഓപ്ഷന്റെ വിൽപ്പന വില 0.125% നിന്ന് 0.15% മാറുന്നു. ഫ്യൂച്ചറുകളുടെ വിൽപ്പന 0.02% നിന്നും 0.05% മാറുകയാണ്. പുതിയ STT നിരക്കുകളാണിവ. അടുത്ത മാറ്റം ബൈബാക്ക് നികുതി. ഓഹരികൾ തിരികെ വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന ഏതൊരു തുകയും ഡിവിഡൻഡായി കണക്കാക്കുകയും ബാധകമായ സ്ലാബ് നിരക്കുകളിൽ നികുതി ചുമത്തുകയും ചെയ്യും. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഓഹരികൾ തിരികെ വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന തുകയ്ക്ക് മൂലധന നേട്ടമായി നികുതി, ക്യാപിറ്റൽ ഗെയിൻസ് ആയി നികുതി ചുമത്തും. വ്യക്തിഗത പ്രൊമോട്ടർമാർ ഓഹരികൾ തിരികെ വാങ്ങുന്ന സാഹചര്യത്തിൽ പ്രൊമോട്ടർമാർ കമ്പനികളാണെങ്കിൽ ഫലപ്രദമായ നികുതി നിരക്ക് 30%, 22% ആയിരിക്കും. സോവറിൻ ഗോൾഡ് ബോണ്ടുകളിൽ ഇളവ്. മെച്യൂരിറ്റി വരുമ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പിൻവലിക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിൽ ഇളവ് ലഭിക്കുന്നു. ഇത് ഡയറക്റ്റ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വാങ്ങിയവർക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ. സെക്കൻഡറി മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിയവർക്ക് ബാധകമല്ല. അടുത്തത് TDSൽ വന്ന മാറ്റങ്ങൾ. ഒരു NRIയിൽ നിന്ന് സ്ഥാവര വസ്തുക്കൾ വാങ്ങുന്നവർക്ക് പാൻ അടിസ്ഥാനമാക്കിയുള്ള ചലാൻ നേടി സെക്ഷൻ 194IA പ്രകാരം TDS കുറയ്ക്കാം. മുൻപ് ഈ കേസുകളിൽ വാങ്ങുന്നവർ TDS ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ടാൻ രജിസ്ട്രേഷൻ നേടേണ്ടതായിരുന്നു. 2026 ഏപ്രിൽ മുതൽ ഡിവിഡൻഡ് വരുമാനത്തിനും മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകളിൽ നിന്നുള്ള വരുമാനത്തിനും പലിശ ചെലവുകളിലുള്ള കിഴിവ് ഇനി അനുവദിക്കുന്നതല്ല. പുതിയ ആദായ നികുതി നിയമത്തിൽ വെർച്വൽ ഡിജിറ്റൽ സ്പേസ് നിർവചിച്ചിരിക്കുന്നു. ഇമെയിൽ സെർവറുകൾ, ക്ലൗഡ് സെർവറുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഓൺലൈൻ നിക്ഷേപ വ്യാപാര അക്കൗണ്ടുകൾ, ആസ്തി ഉടമസ്ഥരുടെ വിശദാംശങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ രൂപത്തിൽ മൂല്യം നിലനിർത്തുന്നതും ക്രിപ്റ്റോ കറൻസികൾ അല്ലെങ്കിൽ സമാനമായ സാങ്കേതിക വിദ്യകൾ പോലുള്ള ക്രിപ്റ്റോഗ്രാഫിക് ലെഡ്ജർ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായ ഏതൊരു അസറ്റിനെയും ഉൾക്കൊള്ളുന്നതിനായി വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളുടെ വ്യാപ്തി വിശാലമാക്കിയിരിക്കുന്നു. 2026 പ്രധാന ആദായ നികുതി മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് സംഗ്രഹിക്കാം. 2026 ഏപ്രിൽ മുതൽ പഴയ നിയമത്തിന് പകരമായി പുതിയ ആദായ നികുതി നിയമം വരുന്നു. ഇൻകം ടാക്സ് ആക്ട് 2025 എന്നാണ് ഈ ആക്ട് അറിയപ്പെടുന്നത്. നികുതി സ്ലാബുകൾ വലിയ തോതിൽ മാറ്റമില്ലാതെ തുടരുന്നു. ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് 75,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കുന്നു. ബാങ്കുകൾക്കുള്ള സാമ്പത്തിക റിപ്പോർട്ടിംഗ് നിയമങ്ങൾ കൂടുതൽ കർശനമായി കൊണ്ടിരിക്കുന്നു. ചില നിക്ഷേപ മൂലധന നേട്ട നിയമങ്ങൾ ലളിതമാക്കിയേക്കാം. മൊത്തത്തിൽ നികുതി സമ്പ്രദായം ലളിതവും കൂടുതൽ സുതാര്യവും പാലിക്കാൻ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും നികുതിദായകർക്ക് അനുകൂലവുമായ ഒരു നേരിട്ടുള്ള നികുതി സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു പരിവർത്തനാത്മക ചുവടുവയ്പ്പാണ് ഇൻകം ടാക്സ് ആക്ട് 2025. നിയമഘടനകൾ ലളിതവൽക്കരിക്കുന്നതിലൂടെയും ഡിജിറ്റൽ പ്രക്രിയകൾ സ്വീകരിക്കുന്നതിലൂടെയും ആഗോള മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലൂടെയും ഈ നിയമം ആധുനിക സാമ്പത്തിക ചട്ടക്കൂടിന് അടിത്തറയിടുന്നു. ഇന്ത്യക്കാർക്ക് വ്യക്തമായി വിശദീകരിച്ച കൂടുതൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾക്കായി RVG ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.